ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ, ആ സിനിമയുടെ ഒരു ടീസറോ ട്രെയിലറോ എന്തായാലും ഒന്ന് കിടിലൻ സാധനമായിരുന്നു. ശരിക്കും ഈ പ്രണവിൻ്റെ ഒക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ ലാലേട്ടനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തു. അതുപോലെ ധ്യാനാണെങ്കിലും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും അറിയാലോ, വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ എക്സ്പെക്റ്റേഷനും കൂടുതലാണ്. പുള്ളി അത് നിലനിർത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് സാധനം തന്നിട്ടുമുണ്ട്. എന്തായാലും അതിലൊരു സോങ് വന്നിട്ടുണ്ട്. വേറൊന്നും പറയുന്നില്ല, ആദ്യം നമുക്ക് ആ സോങ് എങ്ങനെയുണ്ട് നോക്കാം. റെഡി? സോറി ഇട നിർത്തിയതേ പക്കാ ലാലേട്ടൻ. ലാസ്റ്റിലെ ചിരിയൊക്കെ ലാലേട്ടൻ തന്നെ. ആ കൈ ഇങ്ങനെ കുഴഞ്ഞുള്ള കൈൻ്റെ പോകും. ലാലേട്ടൻ്റെ വിരലുകൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കും പലപ്പോഴും പല സീൻസിലും. അതിങ്ങനെ കുഴഞ്ഞുകൊണ്ടായിരിക്കും വിരലൊക്കെ. അതുപോലെ ഒരു ഫ്ലോയും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണ പോലെ പോക്കും. ലാസ്റ്റിൽ ആ കള്ള് കുടിച്ചിട്ടുള്ള ചിരിയൊക്കെ ബിയറാണോ എനിവേ അത് കുടിച്ചിട്ടുള്ള ചിരി പക്ക ലാലേട്ടൻ തന്നെ കേട്ടോ. പ്രണവ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടു നോക്കാം. മ്യൂസിക് അടിപൊളി. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീ. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീ. നീ അധരങ്ങൾ ചേരും നേരം മായികലോകം പുൽകുന്നേ പുന്നാരെ. കൊതിച്ചിട്ടും വരാനെന്തേ വൈകി, കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ. കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ. എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. തുളുമ്പും ഹൃദന്തം നിൻ തിരനുരയുമ്പോൾ, തുളുമ്പും ഹൃദന്തം നിൻ തിരനുരയുമ്പോൾ, വിതുമ്പും നിൻ സ്പർശമണയാതാകുമ്പോൾ. തുളുമ്പും ഹൃദന്തം നിൻ തിരനുരയുമ്പോൾ, വിതുമ്പും നിൻ സ്പർശമണയാതാകുമ്പോൾ. ഇരവിന്റെ തോഴി കരളിന്റെ റാണി വരുമാ നീതിലേ. ഇരവിന്റെ തോഴി കരളിന്റെ റാണി വരുമോ ഇതിലെ കൂട്ടുകാരി. കൊതിച്ചിട്ടും വരാനെന്തേ വൈകി, കൊതിച്ചിട്ടും വരാനെന്തേ വൈകി. കൊതിച്ചിട്ടും വരാനെന്തേ വൈകി. എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. ഓ മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീ. മധുപകരൂ നീ താരകേ.
മനസ്സിലെ മോഹം നീയേ മധു പകരൂ നീ താരകേ ഞാൻ പക്കാലാലേട്ടൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക നമ്മുടെ ഞാൻ ഈ ഇടയ്ക്ക് പാട്ടിൻ്റെ ഇടയിൽ മുഴുവൻ ഈ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് വരുന്നു കേട്ടോ. പക്കാലാലേട്ടൻ അങ്ങനെ ഇങ്ങനെ കാണിക്കണത് ആ ഒരു സംഭവം കൈകൊണ്ട് കാണിക്കുന്ന ആക്ഷൻ മുഴുവൻ ഞാൻ പറഞ്ഞില്ല, അത് ഫ്ലോ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ആ ഒരു വിരലുകളുടെ ഒരു ഒഴുക്കുണ്ട്, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടിലൊക്കെ നമ്മളിപ്പോൾ എത്രയോ പാട്ടുകൾ ലാലേട്ടൻ ഇതുപോലെ ഇരുന്ന് പാടുന്നത് ഗസൽ ടൈപ്പ് പാട്ടുകളാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഒരു ഹാർമോണിയം പെട്ടിയായിട്ടൊക്കെ ഇരുന്ന് പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ്റെ പാട്ട് ശരിക്കും ലാലേട്ടൻ്റെ പാടുന്നത് നമുക്ക് ഫീൽ വരും. MGയുടെ വോയിസും കൂടെ ആകുമ്പോൾ ഒന്നും പറയാനില്ല. സോ അങ്ങനെയൊക്കെ പാടുന്ന ലാലേട്ടൻ്റെ ആ ഒരു ഫ്ലോയും ആ ഒരു താളവും ആ ഒരു സ്റ്റൈലും മാനറിസങ്ങളും കറക്റ്റ് ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെ പറയാം. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ദേവദൂതനിലെ ലാലേട്ടനെ കുറേ സ്ഥലങ്ങളിൽ ഫീൽ വരും. മേ ബി ആ മുടി ഇങ്ങനെ കുറച്ച് ലെങ്ത് ഉള്ള രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് അറിയില്ല. ദേവദൂതനിലെ ആ ലാലേട്ടൻ അതിൻ്റെ കുറച്ചും കൂടി ചെറുപ്പം വേർഷൻ എന്തായിരിക്കും പക്ക ശരിയാണ്. പുള്ളിക്കാരൻ്റെ മകനാണ് ഇല്ലാണ്ടിരിക്കും എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് എല്ലാ സിനിമയിലും ഫീൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം വന്ന സിനിമ ഹൃദയത്തിലാണെങ്കിൽ പോലും ചില സ്ഥലങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നല്ലാതെ ഇതുപോലെ നമുക്ക് ഏകദേശം എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് സെയിം എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എവിടെയും. പക്ഷെ ഇതിൽ ഈ സോങ്ങിൽ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. ലാലേട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ഒരാൾ വന്നിരുന്ന് പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രണവ് മോഹൻലാലിനെ കെട്ടിപ്പിടിച്ചു നമ്മുടെ എന്താ പറയുക സുരേഷ് ഏട്ടൻ കൊടുക്കുന്ന പോലെ എന്താ പറയുക അമർത്തി ഞെക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ല, അങ്ങനെ തോന്നുന്നു കേട്ടോ. അത്രയും ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയ കാരണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കൊരു പക്ഷേ ഓവറായിട്ട് തോന്നിയേക്കാം, എനിക്കറിയില്ല. ബട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 95% ആ ലാലേട്ടൻ്റെ മാനറിസങ്ങൾ വന്ന പോലെയും ആ താടിയും മുടിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു പഴയ ലാലേട്ടൻ ലുക്കൊക്കെ വന്ന പോലെ എനിക്ക് കുറേ സ്ഥലങ്ങൾ തോന്നി. വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് എനിക്ക് ദേവദൂതനിലെ ആ ഒരു ലുക്കായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാട്ടിലേക്ക് വരുമ്പോൾ വിനീത് ശ്രീനിവാസനാണ്, ഒന്നും പറയാനില്ല. ആ പാട്ടിന് കൊടുക്കുന്ന സ്റ്റൈലും ഇതിനിടയിൽ അരവാ സുബശ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഹായ് എന്ന് പറഞ്ഞിങ്ങനെ ഇടുന്ന സാധനങ്ങളും അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു ഗസൽ സംഭവം ഒരു ഏകദേശം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഗസലിൽ പാടുമ്പോൾ ഉണ്ടാവുമല്ലോ കൂടുതലുള്ള ആളുകളൊക്കെ ആ ഒരു അതിലേക്ക് ഇങ്ങനെ താളം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഫീൽ ഉണ്ട് കേൾക്കാൻ, നല്ല സുഖമുണ്ട് കേൾക്കാൻ. അത് ശരിക്കും ആ ഒരു അവരുടെ ആ ഒരു ഒരുമയും ആ സമയത്തുള്ള അവരുടെ ഒരു സന്തോഷവും കേൾക്കുന്ന പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഈ പാട്ടിന് ഭയങ്കരമായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേ ബീറ്റും സംഭവങ്ങളും അങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ എക്സാക്ട്ലി ആ ഒരു സന്തോഷമുണ്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ. അതിലെ ആ ഒരു കഥാപാത്രങ്ങൾ ആ സമയത്തിലൂടെ പോകുന്ന സിറ്റുവേഷൻ അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ, അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന സാധനം. അത് കാണുന്ന പ്രേക്ഷകന് കേൾക്കുന്ന പ്രേക്ഷകനും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാജിക്കൽ സംഭവമാണ്. അങ്ങനെ ചില പാട്ടുകൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇമോഷൻ ആണെങ്കിൽ നമ്മൾ ഇമോഷണലി ആയി പോകും. അതുപോലെ ഇതിൽ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്, ആ ഒരു ഫ്രഷ്നെസ്സും എനർജിയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാട്ടിൻ്റെ വരികളാണെങ്കിലും ശരി, വിനീതിൻ്റെ വോയിസ് ആണെങ്കിലും ശരി, ഇതിൻ്റെയൊക്കെ എത്രയോ ഹൈറ്റ്സിൽ പ്രണവിൻ്റെ ആ ഒരു ലാലേട്ടനിസം വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേ ബി ലാലേട്ടൻ്റെ മുഖവും ഇതൊക്കെ ഒരുപാട് മാറി പുള്ളി ഒരു പക്ഷേ വേറെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ പോലും പോകുന്നല്ല തിരിച്ചു വരുമായിരിക്കും, അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും മേ ബി ഒരു കുഞ്ഞു മോഹൻലാലിനെ തന്നിട്ടാണ് പുള്ളി പോകുന്നത്. എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസൻ പുള്ളിക്കാരൻ എനിക്ക് ചാൻസ് ഉണ്ട്, അതിനൊരു ഹൈ ചാൻസ് തന്നെ ഉണ്ട്. അത് ലാലേട്ടൻ്റെ ചില മനുഷ്യങ്ങൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. കാരണം പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൃദയത്തിൻ്റെ തന്നെ തോന്നുന്നു, ചില സീൻസൊക്കെ കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ചില സംഭവങ്ങൾ അറിയാണ്ട് വന്നു പോകും, അതൊക്കെ നമുക്ക് വലിയ രസമായിരുന്നു, ഞങ്ങളത് ഡിസ്കസ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേ ബി അത് നോട്ട് ചെയ്ത ആളാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഈ പാട്ടിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഈ ഒരു ഞാൻ പറഞ്ഞില്ല കയ്യിൻ്റെ ഒരു സംഭവമൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ